ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു അജ്രക് മെറ്റീരിയൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ അജ്രക് മെറ്റീരിയലാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിന്നൊരു സിമ്പിൾ ഓഫീസ് വെയർ കുർത്ത എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാനൊന്നും പറ്റില്ല, എങ്കിലും ഞാൻ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് കാണിക്കുന്നതാണ്. ഇത് സത്യം പറഞ്ഞ ഒരു 2-3 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് എടുത്ത വീഡിയോ ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തൊരു വീഡിയോ അല്ല, ഓരോരോ ദിവസങ്ങളായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എടുത്താണ്. നെക്കിൽ ഞാൻ ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കട്ട് ഫ്രണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് എടുത്തത്. അപ്പോൾ സെയിം കളർ ത്രെഡ് എടുത്തു. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ സമയത്താണ് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത്, അധികം വൈകുന്നേര സമയങ്ങളിലായിരിക്കും. അപ്പോൾ മെഷീനിലാണ് ഞാൻ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ഷേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് പീസെല്ലാം എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ അജ്രക്കിൻ്റെ മെറ്റീരിയലിനോട് ഇപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അജ്രക് മെറ്റീരിയൽ. എല്ലാവരും അജ്രക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് മിറർ കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് മിറർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന പാർട്ടാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഷോൾഡർ അകത്തേക്ക് ഫിനിഷായി വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ക്ലോസ് ആയിട്ട് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റിച്ച് വെളിയിൽ കാണാത്ത വിധം അകത്തേക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അകത്തേക്ക് പോയി ലൈനിങ് ക്ലോസ് ആവുന്ന പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടുന്നതാണ്. ഇതിന് നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 3/4 സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്ത് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക. കോട്ടൺ ആയതുകൊണ്ട് ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് തിരിച്ചാലും മതിയാവും. നെക്ക് ഞാൻ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് അത് ഫിനിഷ് ചെയ്തിരിക്കും. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ക്യാൻവാസ് വെച്ചത് നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ ഫൈനലായിട്ട് നെക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ പ്ലസ് ഫ്രണ്ടിൽ കുറച്ച് മിറർ വർക്കും ചെയ്തിട്ടുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നെക്കിൻ്റെ റൗണ്ടും ക്യാൻവാസിൻ്റെ റൗണ്ടും ഹെമ്മിങ് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലുക്കാണ് കാണുന്നത്. ഇനി നമുക്ക് സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. 3/4 സ്ലീവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുർത്തയുടെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കോട്ടൺ കുർത്തയ്ക്ക് മോസ്റ്റ്ലി ചേരുന്നത് ഇങ്ങനത്തെ നെക്കുകളായിരിക്കും. സിമ്പിളായിട്ടുള്ള കട്ടുള്ള ഫ്രണ്ട് ചെറിയൊരു കട്ടുള്ള നെക്കും പിന്നെ കോളർ നെക്കും ഇതിന് നന്നായിട്ട് മാച്ച് ആവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു പഫ് സ്ലീവ് വെച്ചിട്ട് നോർമൽ റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ നെക്ക് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് വി നെക്ക് വെച്ചിട്ട് ഫുൾ സ്ലീവ് ചെയ്താലും ഈ ഒരു മെറ്റീരിയൽ നന്നായിട്ടുണ്ടാവും. ഓഫീസിനൊക്കെ പറ്റിയ ഒരു ചോയ്സാണ്. വി നെക്ക് വെച്ച് ഫുൾ സ്ലീവ് ഗ്യാതറിങ് സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഈ ഒരു പ്രിൻറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. ബ്ലൂ വിത്ത് റെഡ് വരുന്ന ഈ ഒരു കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ ഡോട്ടിൽ ഫുള്ളായിട്ട് വരുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലൂ, റെഡ്, പിന്നെ ബ്ലാക്ക്. ഈ ഒരു കോമ്പിനേഷനിലുള്ള ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേര് വന്നിട്ട് അജ്രക് എന്നാണ്. അജ്രക് ഫാബ്രിക് എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഇതിൻ്റെ തന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ പ്രിൻ്റ് വരുന്നതിന് കലംകാരി എന്നും പറയാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ അജ്രക് മെറ്റീരിയൽ. ഇതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ അല്ല, ഒരു കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു ഇങ്ക് ബ്ലൂ പോലത്തെ ഒരു ഇൻഡിക്കോ ഇങ്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പുള്ള ബ്ലൂ ആണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഡോട്ടിലുള്ള ആ ഒരു മിറർ കൂടെ കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി വന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണുന്നതാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാണണ്ടേ.
അപ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാനിതിന് നോർമൽ ഒരു സ്ട്രൈറ്റ് കട്ടിൻ്റെ പാൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നേവി ബ്ലൂ കളറ്. സ്ലീവ് 3/4 ഫ്രണ്ടിൽ മിറർ വർക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.